എനിക്ക് അത്യാവശ്യമായിട്ട് വീടിൻ്റെ അടുത്ത് വരെ പോകാനുണ്ട് കേട്ടോ. അപ്പം എന്നാൽ വീട്ടിലും കൂടെ കയറിയിട്ടില്ലെങ്കിൽ മോശമില്ലെന്ന് കരുതിയിട്ട് വീട്ടിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം താത്താക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, താത്ത ഞാൻ നാളെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്കും പോകേണ്ട ആവശ്യമുണ്ട്, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ തലേ ദിവസമല്ല പിറ്റത്തെ ദിവസം ഞങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഞാൻ വേഗം താത്താൻ്റെ വീട്ടിൽ പോയി. താത്തി ഞാനും കൂടെയാണ് കേട്ടോ പിന്നെ ഒരുമിച്ച് പോയത്. അതിനിടയിൽ പാത്രക്കടയിൽ കയറി എനിക്ക് 2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. താത്താക്കും പിന്നെ എന്തൊക്കെ ചെടിച്ചട്ടിയും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയ പാടെ തന്നെ നാത്തൂന് ഒരു ഗ്ലാസ് ജ്യൂസ് അങ്ങോട്ട് തന്നു. അതാണ് കുടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്തൊരു ആശ്വാസം എന്നറിയോ. കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അമ്മ അതിൽ ചൂട്. അപ്പോൾ ഈ ജ്യൂസ് അങ്ങോട്ട് അകത്തേക്ക് ചെന്നപ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ ഇതാ ഉമ്മ അച്ചാർ ഇട്ട് വെച്ച് തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും എടുത്ത് കഴിച്ചു. പിന്നെ ഈ ഒരു സാധനം എനിക്ക് വലിയ ലൈക്ക് ഇല്ലാത്തതുകൊണ്ട് അത് തുറന്നു നോക്കാൻ പോയില്ല കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ അതാ എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് സാമ്പാർ. അതിൻ്റെ കഷ്ണങ്ങളൊന്നും കൂട്ടൂലെങ്കിലും അതിൻ്റെ കറി ഒരുപാട് കൂടെ ഒഴിച്ചിട്ട് പപ്പടമൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും പപ്പടും മീൻ പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് ചോറ് തന്നു. അതിനിടയിൽ തമ്മ ഈത്തപ്പഴം കൊടുത്തു. ഈ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതും 2 ചുള ഉമ്മ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരെ വഴുകുമെന്ന് വിചാരിച്ചിട്ട് കിടന്ന് ഉറങ്ങിയില്ല ഗൈസ്. അതിനിടയിൽ ഉപ്പ ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുന്നു. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ചായയും കുടിച്ച് ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അതിനിടയിൽ താത്താൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുഖത്തേക്ക് ഇങ്ങനെ ഇത് കൊണ്ടുപോകുമ്പോൾ ഫോണ് കൊണ്ടുപോകുമ്പോൾ സമയത്ത് ഇങ്ങനെ കളിയൊക്കെയാണ് ഓരോന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിനിടയിൽ ഈ കവറിൽ എന്താണെന്നറിയോ, ഉമ്മ നമ്മൾ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പെൺമക്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ തരാൻ തോന്നും നമുക്ക്, അങ്ങനെ തരാനാണ്. പിന്നെ ഞങ്ങളവിടെ ബസ് കാത്തിക്കുന്ന കണ്ടിട്ട് ഞങ്ങളുടെ ബ്രദറിന് പാവം തോന്നിയിട്ട് ഞങ്ങൾക്ക് ഓരോ മാംഗോ ബാറൊക്കെ വാങ്ങിച്ചു തന്നു. വീട്ടിലെത്തിയ പാടെ കാക്കുത ഒരു ഗ്ലാസ് ജ്യൂസും അവിടെ തന്നു. അപ്പോൾ ഒരു സമാധാനമായി ഗൈസ്.